300 കിലോമീറ്റർ. എൻ്റെ വീട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് 300 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു 300 കിലോമീറ്റർ ഞാൻ ഈ എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു മാസ്ട്രോ എഡ്ജ് 125 പോകുന്നത്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. ഞാൻ 2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഞാൻ നിൽക്കുന്നത് ചാർമാടി എന്ന ചുരത്തിന് നടക്കാണ്. കുറച്ച് കാട്ടിലോട്ട് പോകുന്ന ഒരു വഴിൻ്റെ ഉള്ളിലായിട്ടാണ് ഞാൻ നിന്ന് ഇൻട്രോ എടുക്കുന്നത്. റോഡൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ റോഡാണ്. പോകുന്ന വഴിക്ക് നമുക്ക് അതിൻ്റെ കാഴ്ചകൾ സംഭവങ്ങളൊക്കെ കാണാം. സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കിട്ടും ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. മുമ്പിൽ ഞാൻ 2 ബാഗ് വെച്ചിട്ടുണ്ട്. ബാഗിൽ ഒരു വലിയൊരു ബാഗ് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം മഴ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ചാർമാടി ചുരം അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ്. അത് ഏതൊരു സമയത്ത് വന്നാലും. മാത്രമല്ല ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പുല്ല് മുളച്ച് വരുന്നുണ്ട്. അപ്പം മൊത്തത്തിലൊരു പച്ചപ്പ് ഇവിടെ ആയി തുടങ്ങി. ചെറിയൊരു മഴ വന്നേ ഉള്ളൂ. പക്ഷേ നല്ല ശക്തമായിട്ട് മഴ വന്നാലേ ഇവിടെ മൊത്തം പുളിയായിരിക്കും. കാണുന്ന ഭാഗത്ത് മൊത്തം വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം ഇവിടെയൊക്കെ അത്യാവശ്യം എല്ലാവരും ആൾക്കാർ നിർത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പോകുന്ന വഴിക്ക് ഒരു സംഭവമുണ്ട്. അതായത് മുദ്ര മന എന്ന് പറഞ്ഞിട്ട് ഈ കോഫിയൊക്കെ ഇവിടെ ലോക്കലിൽ നിന്ന് എല്ലാം ബൈ ചെയ്തിട്ട് ഇവർ പ്രോസസ്സ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യും. ഇപ്പം ഞാൻ ചീക്കനഹള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം ഏകദേശം ഒരു സമയം 4:11 ഏകദേശം ഒരു 60 കിലോമീറ്ററോളം വന്നു. പക്ഷേ എന്താ പറയുക, ഇനി ഒരു 240 കിലോമീറ്ററോളം ഇനിയുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് കോഫി ചെടികൾ നമുക്ക് കാണാം. അപ്പോൾ ഈ കോഫി ചെടികൾ നടുക്കായിട്ട് നമുക്ക് ഈ കുരുമുളകിൻ്റെ ചെടികളും ഈ മരത്തിൽ ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഇവിടെ നട്ടേക്കണ ഈ തണലിന് വേണ്ടിയാണോ അതോ ഇങ്ങനത്തെ കുരുമുളക് വള്ളികളൊക്കെ കയറ്റി വിട്ടിട്ടുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയാണോ? ചിലപ്പോൾ രണ്ടിനും ആയിരിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്ട് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ബേലൂർ എത്തി. അപ്പോൾ ഇവിടെ ചെന്നക്കേശ്വര ടെമ്പിളിൽ പോകുന്ന റോഡ്, അപ്പോൾ മഴ വരാനുള്ള സാധ്യതയുണ്ട്. കോടയൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ബേലൂർ പിന്നെ ഹളിബീഡു, ഈ 2 സ്ഥലത്തിനുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ വെറും 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഒക്കെ നിങ്ങൾ വണ്ടി ഓടിച്ച് വരുവാണെങ്കിൽ സൂക്ഷിക്കണം. ഇവിടുത്തെ ആൾക്കാർക്ക് അന്തം കുന്തം ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ എന്തെന്നില്ലാണ്ടാണ് റോട്ടിക്കറെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് ചെറിയൊരു തടാകം കണ്ടു. അപ്പോൾ തടാകത്തിൻ്റെ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് വിൻഡ് മില്ലുകൾ നിൽക്കുന്ന കാണാം. പക്ഷെ അത് കറങ്ങുന്നില്ല. ഞാനൊരു 1.5 വർഷമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കറങ്ങുന്നില്ല. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അല്ല, ഒന്നാമത് ഇവിടെ കാറ്റില്ല. മുമ്പുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ കാറ്റ് കാര്യമായിട്ട് അടിക്കുന്നില്ല. അതുകൊണ്ടൊന്നും കറങ്ങുന്നില്ല. തടാകത്തിനോട് ചേർന്ന് നിന്ന് കിടക്കുന്ന ആ മലയുടെ മുകളിലുള്ള വിൻമില്ല് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഫ്രെയിമാണ്. ഇപ്പോൾ ഹാസൻ എത്തി. ഇത് ഹാസനിലെ ഔട്ടർ റിംഗ് റോഡാണ്. നമ്മൾ ടൗൺ ടച്ച് ആവാതെയാണ് നമ്മൾ ബാംഗ്ലൂർ ഹൈവേയിലോട്ട് നമ്മൾ പിടിക്കുന്നത്. ഈ ഇവിടെ ഉള്ളവർ ആരെങ്കിലും ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടോ നോക്കിയിട്ട്? ഒറ്റ ഒരാൾ ഹെൽമെറ്റ് ഇട്ടേക്കണ കാണാം. അപ്പോൾ നല്ല വിശപ്പ്. വൈകുന്നേരം ഇപ്പോൾ ഒരു സമയം 5:45. ഇപ്പോൾ വല്ലതും നമുക്ക് ലൈറ്റായിട്ട് കഴിക്കാം. അപ്പോൾ ഈ കാണുന്ന തട്ടുകടയിൽ നമുക്ക് ലൈറ്റായിട്ട് വല്ലതും കഴിക്കാം. നേരത്തെ ഫ്രൈഡ് റൈസ് ചതിച്ചും തോന്നും. അത് ക്വാളിറ്റി ഇല്ലായിരുന്നു. ഇവിടുത്തെ ഫുഡൊന്നും വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പുറകെ കിടന്ന ബേക്കറിൽ ഞാനൊരു പപ്സ് പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങി. അപ്പം ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും സൈഡിലാക്കി നമുക്ക് കഴിക്കാം. ഹാസനിലെ നല്ല സീബ്ര ലൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തിനാന്ന് മനസ്സിലായില്ല. ഈ ഒരു ഇത് കടന്നു പോകേണ്ടി വരും. 2 ഏണിയും കൂടെ വെച്ചെങ്കിൽ നല്ലതായിരുന്നല്ലേ. ഇവിടെ നിന്ന് നമുക്ക് 4 വരി പാതയാണ്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലേക്ക് ഉണ്ട്. ഹലോ, എങ്ങോട്ട് പോവാ? ഏകദേശം ഒരു 180 കിലോമീറ്റർ ഇനിയുണ്ട് ബാംഗ്ലൂരിലോട്ട്. അപ്പോൾ ഷോക്കാ, എല്ലാ വണ്ടികളും സ്പീഡിൽ പോകും. ഈ ഒരു സ്കൂട്ടർ മാത്രം മെല്ലെ 60-70 മാക്സിമം മാത്രമേ എടുക്കാൻ പറ്റും. 100 ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ എഞ്ചിൻ അമ്മാതിരി അടിയായിരിക്കും. അതുകൊണ്ട് പതിയെ പോകുന്നുള്ളൂ. ലേക്ക് വലിയ രീതിയിൽ ആഴമില്ല. ഇവിടെ നമുക്ക് കാണാം ഇലക്ട്രിസിറ്റി ലൈൻ പോയിട്ടുണ്ട്. അതിന്റെ പോസ്റ്റ് നിൽക്കുന്ന കണ്ടില്ലേ? അത് ഇത്രേ ഉള്ളൂ. അതിമനോഹരമായ ലേക്ക്, നല്ല ഫ്രഷ് വാട്ടർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിവിടെ മുഖം കഴുകാനോ കാല് കഴുകാനോ കൈ കഴുകാനോ നിന്നാൽ ഇവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ വെളിക്കിരുന്നിട്ട് രാവിലെ സമയങ്ങളിൽ വെളിക്കിരുന്നിട്ട് കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു ലേക്കും കൂടെയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ലേക്ക് എന്നല്ല, ആൾമോസ്റ്റ് എല്ലാ ലേക്കിലും ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ദൂരെ മേഘങ്ങൾ കണ്ടില്ലേ? എന്താ ബ്യൂട്ടിഫുൾ ഈ ഒരു റോഡ്. ആദ്യത്തെ ടോൾ ബൂത്ത് എത്തി. ഇവിടൊക്കെ ഫാസ്ടാഗ് സ്പീഡായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷെ എല്ലാവരും പറന്നു പോവാണ്. എൻ്റെ പുറകിൽ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ഉണ്ട്. കണ്ടില്ലേ? ഈ ഒരു ഫ്രെയിം കണ്ടില്ലേ? പൊളിയല്ലേ? വേറെ ലെവൽ. റോഡ് കുറച്ചവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. പുതിയൊരു റോഡാണ്. എന്താണ് അവിടെ പാച്ച് വർക്ക് സംഭവിച്ചത്? അടിപൊളി ഫ്രെയിം. ഈ വണ്ടിയുടെ എൻജിൻ നോയ്സിനെക്കാളും കൂടുതൽ ഈ ടയറുടെ നോയ്സ് ആണല്ലേ. ചില സമയത്ത് കേൾക്കാൻ നല്ല രസമാണ്, പക്ഷെ കേട്ടോണ്ടിരുന്നാൽ ഭയങ്കര ബോറാണ്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ നിർത്തിയേക്കുവാണ്. ട്രക്ക് ലൈനാണ്. ഹൈവേയുടെ സൈഡിലൊക്കെ ഈ ട്രക്കുകൾ ഒതുക്കിയിട്ടിട്ട് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം. മുന്നിൽ ടോയ്ലറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ടോയ്ലറ്റിൽ പോകാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് തന്നെ
അടയാർ ഭവനുണ്ട്. ഹൈവേയിലൊക്കെ വണ്ടികൾ പറന്നാ പോകുന്നത്. കുഴപ്പമില്ല, ടോയ്ലറ്റൊക്കെ വർക്കിങ്ങിലാണ്. മ്യൂസിക് ഒക്കെ കേട്ടോണ്ട് മെല്ലെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. 200 കിലോമീറ്റർ കംപ്ലീറ്റ് ആയി. പക്ഷേ ഇരുന്ന് മടുത്ത് ഫുള്ള് ടയേർഡായി. ഞാനിപ്പോൾ ഏതോ ഒരു വെയിറ്റിംഗ് ഷെൽട്ടറിലാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഈ സ്ലോ പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അവർ ഓവർടേക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ്. സ്ലോ ലൈൻ ഇല്ലേ, സ്ലോ ട്രാക്ക്, അതിലൂടെ. ഫാസ്റ്റ് ട്രാക്കിൽ ഈ ട്രക്കും കാര്യങ്ങളൊക്കെ മെല്ലെ എഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ സർവീസ് റോഡിലാണ് ഇപ്പം നിൽക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട്. കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ പപ്സ് ഉണ്ടാവും. ഞാനൊരു പപ്സ് അവിടെ നിന്ന് ഹാസനിന്ന് മേടിച്ചായിരുന്നു പാഴ്സൽ. ഇപ്പം 10:52 ഇപ്പം നിലമംഗലം റീച്ചായി. അപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് റീച്ചായി. ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഞാൻ പോകുന്നില്ല. അവിടെ അത്യാവശ്യം നല്ല ട്രാഫിക്കാണ്. കാരണം ഈ നൈറ്റ് സമയമാകുമ്പോൾ ഈ പ്രൈവറ്റ് ബസ്, സ്ലീപ്പർ ബസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ളതുകൊണ്ട് മൊത്തം ബ്ലോക്ക് ആവാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മളൊരു ഷോർട്ട് കട്ട് എടുത്ത് പോവുകയാണ്. സമയം ഏകദേശം ഒരു 11:15 ഇവിടെ എത്തി. ഞാൻ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് മഴ ഉണ്ടെങ്കിലും നല്ല രസമായിരുന്നു. പക്ഷെ മഴ പെയ്തില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അപ്പം ഇതിലും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ.